ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ശർക്കര മിഠായിയുടെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു ജിലേബിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കപ്പളവ് നിർബന്ധമൊന്നുമില്ല, ഒരു ഗ്ലാസ്സിന് അളന്നെടുത്താലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദക്ക് 1/4 കപ്പ് തൈര് എന്നുള്ള രീതിയിൽ 2 കപ്പ് മൈദക്ക് 1/2 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈരും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡാപ്പൊടിയാണ്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ മഞ്ഞൾപ്പൊടി നിർബന്ധമൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞ കളർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കണം. നമ്മൾ ദോശമാവിൻ്റെ ആ ഒരു ബാറ്ററിൻ്റെ ആ ഒരു പാകത്തിനാണ് നമ്മളിത് കലക്കിയെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തവി വെച്ചിട്ട് കലക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാനാണ് ഈസി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക. നമ്മൾ നല്ല പോലെ കലക്കിയതിന് ശേഷം നമുക്കിതൊരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഒരു 1/2 മണിക്കൂറിന് ശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ കേട്ടോ. കലക്കിയ പാടന്നെ നമ്മളിത് ചുട്ടെടുക്കരുത്. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് മാവ് ഉണ്ടാവുക. ഇനി ഒരു 1/2 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്കിതുപോലെ ഒരു സോസ് ബോട്ടിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് മാവ് നിറച്ച് കൊടുക്കാം. ഇനി ഇത് ചെറിയ വണ്ണത്തിലാണെങ്കിലും വലിയ വണ്ണത്തിലാണെങ്കിലും അതൊക്കെ നമ്മളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. തിന്നായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അടപ്പ് നിങ്ങൾ ഇട്ടിട്ട് ചെയ്താൽ മതി. ഇനി ഇത് ചൂടായ ഓയിലിൽ നമുക്കിതുപോലെ ചുറ്റിച്ചിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഞാനിവിടെ കേക്ക് ഐസിങ് ചെയ്യുന്ന ഒരു നോസിലെടുത്തിട്ടാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സാധാരണ സോസ് ബോട്ടിലിൻ്റെ അടപ്പ് തന്നെ വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വണ്ണം കുറഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇനി ഇത് ബോട്ടിലിൽ ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് കേക്ക് ഐസിങ് ചെയ്യുന്ന കവറുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കവറിൽ ഇതുപോലെ ചുറ്റിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തുണിക്ക് ഓട്ട വെച്ചിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ. അതൊക്കെ നല്ല എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിങ്ങനെ ബോട്ടിലാകുമ്പോൾ കുറച്ചും കൂടെ ഈസിയാണ്. അപ്പോൾ നമുക്കിത് ഒരു ഭാഗം റെഡി ആവുന്ന സമയത്ത് തിരിച്ചിട്ടിട്ട് 2 ഭാഗം നല്ലപോലെ ഫ്രൈ ആക്കിയിട്ട് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മൾ ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം കുറച്ചൊന്ന് തീയെ കുറച്ച് വെക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കരിയും കേട്ടോ. ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് വണ്ണത്തിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ ടൈം എടുത്തിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ നല്ല കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കളറൊക്കെ ചേർത്തിട്ട് അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഞാൻ മുഴുവനും ചുട്ടെടുക്കുന്നൊന്നും കാണിക്കണില്ല കേട്ടോ. ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ ഓരോന്നായിട്ട് ചുറ്റിച്ചെടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഐസിങ് ചെയ്യണ നോസിലായതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊരു ഡിസൈനും കൂടെ അതിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ, നമുക്ക് സാധാരണ രീതിയിൽ തന്നെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഈ ഓയിൽ തന്നെ ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ചെറുത് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് റൗണ്ടായിട്ട് എടുത്താൽ മതി കേട്ടോ. വലുത് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വലുതാക്കിയിട്ട് ചുട്ടെടുത്താൽ മതി. അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 1.5 കപ്പ് ശർക്കര ഞാൻ 1 കപ്പ് വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല കളറുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നല്ല കളറുണ്ടാവും. അപ്പോൾ ഉരുക്കിയ ശർക്കര നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം. ഇനി നിങ്ങൾക്ക് ശർക്കര വേണ്ടാന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇതുപോലെ ഉരുക്കിയെടുത്തിട്ട് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കിയിട്ട് അങ്ങനെയും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ശർക്കര ആകുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമ്മൾ ചൂടോട് കൂടി തന്നെ ഈ ശർക്കര പാനിയിലേക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം കുറച്ച് സെക്കൻഡ്സ് ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് തിരിച്ചിട്ടിട്ട് 2 ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് മുക്കിയതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ശർക്കര പാനി ചൂട് വേണം കേട്ടോ, എന്നാലേ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ ആ ഒരു സിറപ്പ് കയറുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല കളറുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ കാണാൻ കുറച്ചും കൂടെ നല്ല ഭംഗിയുണ്ടാവും. ഇനി
ഞാൻ ശർക്കര സിറപ്പ് ഉണ്ടാക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ, കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ അളവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1.5 കപ്പ് ശർക്കരക്ക് 1 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ. അപ്പോൾ നിങ്ങൾ ആ ഒരു അളവ് തന്നെ എടുത്താൽ മതി. അപ്പോൾ ബാക്കിയെല്ലാം ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.